ഞാൻ കടയിൽ പോയതായിരുന്നു. എന്തങ്ങനെ പോണു? കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ നിങ്ങളുടെ കച്ചവടമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വിലയാണല്ലേ ഇപ്പൊ ഫുഡിനൊക്കെ? ശരി. എന്നിട്ടെന്താ വീട്ടിലെന്തൊക്കെ വിശേഷം? കുട്ടികളൊക്കെ സുഖല്ലേ? മോളിപ്പോ എത്രല്ലോ പഠിക്കണ്? 6 ക്ലാസ്സിലായില്ലേ? അങ്ങനെ കാണും രാവിലെ സ്കൂളിൽ പോണ കാണുന്നുണ്ട്. കാണുമ്പോൾ ഒരു ആ ടാറ്റൊക്കെ തരും, ഞാൻ കൊടുക്കും. നല്ല സ്മാർട്ടാട്ടോ അവള്. ഞാൻ എന്നോട് പലപ്പോഴും ചോദിക്കണം എന്തേ എങ്ങനെ ചോദിക്കാന്നുള്ളൊരിതിലിങ്ങനെ ഈ ചോദിക്കണം കാര്യം ശരി. അണക്കെന്താ എന്നോട് എന്താ കാര്യം എന്താ പറയാ? വിചാരിക്കരുത്. എന്താ പന്നോട് വിചാരിക്കാനുള്ളത്? അതെന്ത് വർത്താനാ? ഞാൻ 1-2 പ്രാവശ്യം നിന്റെ വൈഫിനെ വെച്ചിട്ട് മോശമായ രീതിയിലുള്ള മോശമായ രീതിയിലാ മറ്റുള്ള ആളായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്ന് ഏയ് പറയുന്നത് ഇജ്ജുമുണ്ടായിരുന്നു വെറുതെ ഓരോ കുറെ ദിവസമായി ചോദിക്കുന്നത്. ഞാൻ എന്റെ മനസ്സിലിട്ട് ഇത് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. നിങ്ങള് വെറുതെ ആൾക്കാരില്ലാത്ത പറഞ്ഞിട്ടാക്കി കിട്ടുന്നുണ്ടോ? മോശമല്ല. നമ്മളൊരു കുടുംബമാണ്. ആ കുടുംബം നശിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ശരിയല്ല. മേലാൽ വിചാരിക്കണതല്ല. നിങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുണ്ടതേ. ഇത് ഞാൻ കേട്ടത് കേട്ട് ആ നാട്ടുകാരങ്ങനെ പലതും പറയും. ബാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കല. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടോ സംഭവിച്ചിട്ട് എന്താ നിങ്ങളെ വിചാരം? അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ട്, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. അത് നിങ്ങൾ കേൾക്കണത് തമാശയല്ല. മറ്റുള്ളവരെ അവനാന്റെ കാര്യം നോക്കൂല, മറ്റുള്ളവരുടെ കാര്യം നോക്കാനാണ്. ആദ്യം നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് ഇന്നെ ഉപദേശിച്ചാൽ മതി. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണേ. ഒരു ഇന്റെ ഭാര്യനെ കുറിച്ചിട്ടാണ് ഈ പറയണത്. വെറുതെ എന്തെങ്കിലും പറയാ. എത്ര കൊല്ലമായി ഞങ്ങൾ കഴിയുന്നില്ല, ഒരു കുട്ടികളല്ലേ ഞങ്ങൾക്ക്? അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് മനസ്സിലാക്കട്ടെ. മറ്റുള്ളവരെ കുറിച്ച് ഈ ഒരു കാര്യത്തിന് എല്ലാവരും മിടുക്കന്മാരാണ്. ആരാന്റെ ജീവിതം എത്തി വെക്കുന്നത്. എന്നിട്ട് അതില്ല മറ്റൊന്ന് അവളോ അങ്ങനെയാണ് ഇതെങ്ങനെയാണ്. തീരെ സുഖമില്ലെങ്കിൽ ഇജ്ജ് കണ്ട ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. ശരി എന്നാ ആ മതി. ഓക്കെ. എന്താ അങ്ങനെ പോണു? ഇവിടെ ഉണ്ടാവില്ലേ? വർക്കല്ലേ, അപ്പൊ ഇങ്ങനെ ഓരോ തിരക്കായിട്ട് ഇങ്ങനെ. നോമ്പും കൂടി ആയപ്പോഴേ വർക്കും കുറവാണ്. അപ്പൊ തട്ടിമുട്ടി ഇങ്ങനെ പോണു. ചൂടന്നെ. AC ആക്കേണ്ട സമയം കഴിഞ്ഞു. കിട്ടുന്ന പൈസ ഒക്കെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടോ. എന്തെങ്ങനെ പോണു? വർക്ക് ഇപ്പൊ 2 ദിവസമായിട്ട് പാലക്കാട് പറഞ്ഞു. അവിടുത്തെ ചൂടിന്റെ കാര്യം പറയണ്ടല്ലോ. ഇവിടെ വർക്ക് കുറവായതുകൊണ്ട് ഞാൻ ആണ്ടുപോയത്. അവിടെ അയാൾ ചെന്ന് നോക്കുമ്പോ ചൂട് കഴിക്കില്ല. ഞാൻ പോന്നു കൊടുത്തു. ഒരു സുഖമില്ല, മുതലാളി സുഖമില്ല, ഒരു ലെവലില്ല. ഇനിയിപ്പോ നമ്മളിവിടെ മാറഞ്ചേരിയില്ലേ, മാറഞ്ചേരി ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ റഷീദ് പറഞ്ഞ ഓനെ വീട്ടിൽ തന്നെയാണ് പറഞ്ഞു. അപ്പൊ അത് പോയി നോക്കണം. വൈകുന്നേരം നമ്മൾ പോയിട്ടൊന്ന് കാണണം. നമ്മളെ കമ്പനിക്കാരൻ തന്നെ ആകുമ്പോ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട്. എന്താടാ നമ്മള് കുഴപ്പമൊന്നുമില്ലടാ. എന്താ പ്രശ്നം? എന്താണ്? അല്ല പറയ, കാര്യം പറയാം. എന്താ നിങ്ങൾ അറിയാത്തത്? അങ്ങനെ ഒരു വിഷയം ഞാനിപ്പോ നേരത്തെ അവിടെ നിന്ന് പോരുമ്പോഴേ ഇതിപ്പോ രണ്ടാമത്തെ ആളാ എന്നോട് ഈ പറയണത്. കാരണം ഞാനിപ്പോ അവിടുന്ന് കടയിൽ നിന്ന് പോരുമ്പോ സന്തോഷേട്ടനെ കണ്ടു. നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ മൂപ്പരം വിളിച്ച് വർത്തമാനങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. ഞാൻ മൂപ്പരോട് ദേഷ്യപ്പെട്ട്. എന്താ പറയുക, കാരണം ഒരു ആളെ പറ്റി അങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞിണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ രണ്ടാമത്തെ ആളായി. കാരണം ഞങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സംസാരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
അങ്ങനെ ഒരു സംഭവം അല്ല, അതൊക്കെ അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനസ്സിലാവും. സംഭവം എന്താ അറിയോ? പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ അത് കറക്റ്റ് ആയിട്ട് കേട്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടറിയണം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സംഭവം? അല്ല, ഞാൻ പറഞ്ഞതാ, ഇപ്പൊ ഈ നേരം വെളുത്ത ഈ ഇവിടെ കടയിലാണ്, വർഷം 4 മണിക്ക് നീച്ച് വന്ന് ഇവിടെ, ഈ ഇവിടുന്ന് പോണത് 9-10 മണിക്കാണ്. ഈ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ എന്നോടുള്ളതൊന്നും ഉണ്ടായിട്ട് പറയല്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് പലരെ കുറിച്ചിട്ടും പല വർത്താനം പറയാം. കാരണം ഇന്നത്തെ കാലം അതാണ്, ചൂന്ന് കിട്ടിയ ചുണ്ടങ്ങാൻ നാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്റെ അറിവിലില്ല. കാരണം എന്റെ പെണ്ണിനെ ചതിക്കൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. കാരണം ഞങ്ങളെ ജീവിതം അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യണേ, ഇനി അങ്ങനെ സംഭവം ഇനി വേറെ ആരോട് പറയരുത്. കാരണം അതെന്താ അല്ല, അത് കുഴപ്പമില്ല. അതിപ്പോ ഈ നമ്മളെ സൗഹൃദത്തിന്റെ പേരിൽ ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ല, അതാണേ ഇതിന് സംഭവം. എന്താ അറിയോ, നമ്മള് അറിയാണ്ടൊന്നും പറയൊന്നുമില്ല. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്താ അറിയണല്ലോ. ഞാൻ ഫസ്റ്റ് അറിഞ്ഞ് ആരാ എന്നോട് പറഞ്ഞ ആരാ? ഇതാണ് എല്ലാരും പറഞ്ഞു, ഒക്കെ വേണ്ടപ്പെട്ട ആളാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട. എന്നാ കാര്യം ആരെന്താ പറഞ്ഞു നിൽക്കണം എന്നൊക്കെ ഓരോട് ചോദിക്കാല്ലോ, ഈ കണ്ടോ ചോദിക്കാതെ. അല്ല, അപ്പോഴല്ലേ അതിന്റെ ഒരു കാര്യമുള്ളൂ. എന്താ സംഭവം എന്താ അറിയോ, ആൾക്കാർ നോക്കണ്ടാവും. വല്ലാത്തൊരു കഥ നമ്മളെ നാട്ടിലെ അവസ്ഥ. എന്തെങ്കിലും കേൾക്കുമ്പോത്തിന് ചിലപ്പം ചെങ്ങായി ഒരാൾ അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് മുണ്ടേ പറയാ, വർത്താനം പറയാനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ഇവന്റെ ഭാര്യയോട് സംസാരിക്കണ്ടില്ല, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കണ്ട്. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കല. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്താ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ടൈലറിങ്ങിന്റെ ഒരു ഫാഷൻ ഡിസൈനിന് വേണ്ടി പഠിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു ബസ്സിന്റെ കണ്ടക്ടറായിട്ട് സംഭവം ഉണ്ടായി. അവനോട് പറഞ്ഞു, അവൻ മെയിൻ ചെയ്തില്ല. ഇതേപോലെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു, അവന്റെ ഈ എന്റെ ഈ മറ്റെപ്പോഴത്തെ ഇതില്ലല്ലോ റിയാക്ഷൻ ലെവലൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായ റിയാക്ഷൻ വേറെ ലെവലാണ് വന്നത്. അവനത് കേട്ടില്ല. അവന് ഒരു മാസമായിട്ടില്ല പെണ്ണ് പെണ്ണിന്റെ വൈക്ക് പോയി. അല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായി, ഈ പറയണ എന്റെ നല്ല ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. കാരണം അത് ഇന്നേ വരെ കാരണം ഞാൻ അവൾക്കൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. എല്ലാ കാര്യത്തിലും ഞാൻ അവളെ സ്നേഹം കൊണ്ടാണെങ്കിലും ഇനി മറ്റുള്ള എല്ലാ കാര്യത്തിലും ഞാൻ അവൾക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എന്റെ കുട്ടിക്ക് വല്ല ഓർമ്മ വരുത്തിണ്ടാവും. ഓലെന്താ പറഞ്ഞത് അതുപോലെ നമ്മൾ നടക്കുന്നതാണ്. കാര്യമാണ്, നമ്മളെന്തും കൊടുത്തിട്ട് കാര്യമില്ല. ഒന്നിനെ വില വിട്ടാ മതിയല്ലോ. ഇപ്പോ ഞായറാഴ്ച വിളിക്കും. ഞായറാഴ്ച ഫ്രീ ആണോ? അപ്പൊ വിളിക്കും. എന്തപ്പോ ഞാനിപ്പോ ഏതായാലും പാട് പോണില്ലേ, ഞാനേ പോയോട്ടെ. ഇന്നിപ്പോ ഇനിയിപ്പോ ഏതായാലും ഇവിടേക്ക് പോവില്ല. ഓക്കെടാ, ശരി കേട്ടോ. അതൊന്നും വേണ്ട, ഞാൻ വിട്ടുന്ന. എന്താണ്ട് ആടാ, എന്താ ചെയ്യാ, ഒരു നിവൃത്തിയില്ല. ആ കാലമാടെ തലയിൽ കെട്ടി വെച്ചിട്ട് അയാളെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ്. അതിനെന്താണ് ഒരു ഗ്ലാമർ ഉണ്ടാ, കണ്ടാലും മതി. കാർത്തിട്ട് കരിമുട്ടി അയാളെ കൂടെ പുറത്തേക്ക് ഇറങ്ങണേനെ ഇഷ്ടല്ല. കാണുമ്പോ തന്നെ ദേഷ്യം പിടിക്കും. ഞാൻ എന്താ ചെയ്യാ? ഈ ഒരു കാര്യം ചെയ്യ്, നമുക്ക് എവിടേക്കെങ്കിലും പോവാ. എന്റെ വീട്ടിൽ അവതരിപ്പിച്ചു നോക്ക്. ഒരു പക്ഷെ വീട്ടുകാര് സമ്മതിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ. അതാ നല്ലത്. അയാളെ കൂടെയുള്ള ഓരോ ജീവിതവും ഞാൻ തള്ളി നീക്കുന്നു. ഭ്രാന്തുടിക്കൊടൂ. വന്നിട്ട് ഓരോന്നും വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ വെറുപ്പ് തോന്നുന്നു, അറപ്പാണ് എനിക്ക്. നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ? ഓടിപ്പോവാ. ഞാൻ വരാം, ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. സത്യം, ഞാൻ വരും. എന്നിട്ട് നമുക്ക് പോയാലോ? ആരെങ്കിലും ആയിക്കോട്ടെ, ഫോണൊക്കെ തരാ. ഇതാരായി വിളിച്ചോണ്ടിരിക്കുന്നതാരാ?
അതാരെങ്കിലും ആയിക്കോട്ടെ എന്റെ ആരെങ്കിലും ആവാൻ ഫോൺ പറഞ്ഞത്. വാങ്ങി തന്ന ഫോണൊന്നല്ല ഇത്. ആര് വാങ്ങിച്ചാലും ഈ ആർക്കായി വിളിച്ചോണ്ടിരിക്കും എന്റെ ഫോണ് തരാനാ പറഞ്ഞത്. ഫോണൊക്കെ ഞാൻ തരാം. ഇത് ആരാ വിളിച്ചു എന്റെ പറയും? കാമുകൻ. എന്ത് കാമുകൻ വിളിച്ചു. സത്യമായിട്ടും ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കാൻ മടുത്തിട്ടാണ്. എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. എന്താ അച്ഛനാണെന്ന് വിചാരിക്കും. അതെ, ഇന്നും ഞാനിപ്പോ ഇറങ്ങിപ്പോരുമ്പോ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആരും വിശ്വസിച്ചില്ല വരെ. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ അറിയണക്ക്. ഓരോരുത്തർ വിശ്വസിച്ചില്ലേ? ഇപ്പോഴെങ്കിലും വിശ്വസിച്ചല്ല, അതന്നെ വലിയ കാര്യം. കണക്ക് ഇതിൽ ഒരു നാണോല്ലേ ഈ പറയണേല്. എന്ത് നാണോ? മറ്റൊരാളുടെ ഭാര്യ നമുക്കൊരു കുട്ടിയില്ലേ? കുട്ടി എണ്ണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത്? എന്റെ ലൈഫല്ല എനിക്ക് വലുത്. എന്റെ ലൈഫാണ്. കാരണം എന്ത് കുറവാ ഞാൻ വരുത്തിയുള്ളത്? കുറവ് നിങ്ങളെ കൂടെ എവിടെക്കെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂക്ക്. നിങ്ങളെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴേ ജീവിക്കാൻ പറ്റും. എന്താ എന്റെ വിഷയം? എന്റെ കൂടെ പറഞ്ഞാൽ തന്റെ വിഷയം എന്താ? എന്താണ് നിങ്ങളെ കണ്ടാൽ തന്നെ മതി. അതന്നെ നമ്മളെ മോളെ കാര്യങ്ങളൊന്നും ആലോചിച്ചു കണക്ക്. ഒരു ചെറിയ പെൺകുട്ടിയല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ട് ഈ എനിക്ക് എന്തിന്റെ കുറവാ ഞാൻ അവിടെ വരുത്തിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, മോളെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. മോളെ കാര്യം ചെയ്ത് നോക്കണ്ട, അത് ഞാൻ നോക്കും. കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിന് ഈ കൊലത്തിലാണെങ്കിൽ ഞാൻ അതിനും കൂടി നാശാക്കാനാ? നിങ്ങൾ നോക്കിക്കോളി. ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം ചെയ്ത് മനസ്സിലാക്കണം. ബഷീറാക്കാന്റെ മോളെ അവസ്ഥ തന്നെയായിരുന്നു. ഓർമ്മയുടെ കണക്ക് അന്ന് ഈ പറഞ്ഞു നോക്കി ആ കുട്ടി ഇങ്ങനെ പോയിത്രേന്ന്. 4 ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടീനെ ഒന്നുമല്ലാതെ ഒഴിവാക്കി. ഈ കഥയൊക്കെ ഈ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാരും ഒരേപോലെ ആവൂല. നിങ്ങൾ ബഷീറാക്കന്റെ മോളെ കാര്യങ്ങളും നിങ്ങളെ സെന്റിമെന്റ്സും എല്ലാം കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ. ഓക്കെ, ഇവര് 1-2 ദിവസം ഏറിപ്പോ ഒരാഴ്ച ഓല ആവശ്യം കഴിഞ്ഞ് എന്നെ ഒഴിവാക്കും. അത് ഇജ്ജ് നല്ല മനസ്സിലാക്കിക്കോ. ആ ബോധം എനക്ക് ഉണ്ടായിക്കോട്ടെ. നല്ല ഓർമ്മ വെച്ചോ. അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമുള്ള ആളല്ലേ ഈ? ഇതൊക്കെ എനക്ക് അറിയണല്ലേ? ഈ എവിടേക്ക് എന്താണ് ഈ കാട്ടിക്കൂട്ടണത്? എന്ത് കാട്ടിക്കൂട്ടാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു, ഞാൻ അയാളെ പ്രണയിച്ചു. ഈ കണ്ടു അവനെ കുറിച്ച് എനിക്ക് വല്ല വിവരം അറിയും? എന്തെങ്കിലും അറിയും? ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ചോദിച്ചറിഞ്ഞാലേ ഉള്ളൂ, വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ലോ. ഇത് ആരാണെന്ന്, ആരാളെ എവിടെ ഉള്ള ആളാണ്? അതൊക്കെ ഞാൻ പറയാം. എനിക്കറിയാം, ഞാൻ പറയില്ല. ഈ പറയില്ല, പക്ഷെ ഈ അനുഭവിക്കും. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ എനക്ക്. ഈ കാണണം ഈ സോഷ്യൽ മീഡിയ ആവൂല, ഇതിലെ ഈ പഞ്ചാര വർത്താനം ആവൂല. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഞങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ വിഷയം ഇപ്പൊ എന്താ? ഇന്ന എനിക്ക് പറ്റായിയാണ്. അതന്നെ എന്ത്? എനിക്ക് ഇഷ്ടല്ല. കുറച്ച് കറുത്തു പോയണ്ട? ഉള്ളത് സത്യം പറഞ്ഞുതരാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. കുറച്ച് കറുത്തു പോയണ്ട? അതും ഒരു കാരണം. ഓക്കെ, പുലർച്ചെ നീച്ചു പോണ അണക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ വലിയ വലിയ ബിൽഡിംഗ് കാണലില്ലേ? എത്ര ഉയരത്ത് കയറിയിട്ടാ ഞാൻ എന്തോ ഇതൊക്കെ, അതും വെയിലത്ത്. ഈ റംസാൻ മാസത്ത് പോലും ഞാൻ നോക്കൽ പഴുക്കാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു കാര്യം മനസ്സിലാക്ക. എന്റെ കുട്ടി ലോകത്തെ എല്ലാരും അങ്ങനെ തന്നെ. വീട്ടിന്റെ ഉടമകൾ തന്നെയാണ് പണിയെടുത്തിട്ട് വീട്ടിലത്തെ ആൾക്കാരെ പോറ്റലും സംരക്ഷിക്കലും. അപ്പൊ അത് ഞാൻ ചെയ്യണില്ലേ? സംരക്ഷിക്കണില്ലേ? എന്തിനാണ് കൂടെ കുറവുണ്ടായിട്ടുള്ളത്? ഞാൻ നിന്റെ കാര്യം പറഞ്ഞല്ലോ. നീ എന്തിനാ കൂടുതൽ എന്താ എന്റെ കാര്യം? എന്തിനാണ് ഇങ്ങനെ സെന്റിമെന്റ്സ് അടിക്കുന്നത്? എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. പിന്നെ അത് വിട്ടാ പോരെ. ഒരാൾക്ക് ഒരാളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് വിടുക. പിന്നെ ഇങ്ങനെ സെന്റിമെന്റ്സ് ഒട്ടി നിൽക്കാൻ വരുന്നത്. അതൊരു കാര്യം പറഞ്ഞത്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വിട്ടോളാം. പിന്നെ അതിനല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടു ഞാൻ പോകും. ആയിക്കോട്ടെ, പോയിക്കോ. പക്ഷെ നാളെ ഇത് അനുഭവിക്കും. അനുഭവിച്ചോട്ടെ. ഞാനല്ല, നല്ല ഓർമ്മ ഉണ്ടായിക്കോ. ഞാൻ അനുഭവിച്ചോളൂ. ഈ എന്നിട്ട് പോവാൻ തന്നെ തീരുമാനം? എന്റെ ഫോൺ ഉണ്ടെന്നാ ഞാൻ പോയിക്കോ. ഫോൺ എനിക്ക് വേണ്ട, അത് എന്റെ ഫോണല്ലേ. ഈ എടുത്തോ, കൊണ്ടേക്കോ. ഞാൻ പോവാ. ഇതിൽ എന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളൊരു കാര്യമില്ല ഇതില്. ഞാൻ ഇതൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചതാണ്. കരുതി കൂട്ടിയതല്ലേ. നിങ്ങളെ ഒരു സാധനം ഇല്ല. അത് എന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ പോവാണ്. നമ്മളെ കുട്ടി കുറച്ച് വരും. നിങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നെന്താ? ആ കുട്ടി വരുമ്പോ ഞാൻ എന്താ പറയാ? ഞാൻ നോക്കി. ചോദിക്കുമ്പോ ഞാൻ എന്താ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് പറയണേ കാരണം ഇല്ലാത്തത്. പോവല്ലോ. ഞാൻ പോവാ. കുട്ടി വരുമ്പോ ഞാൻ എന്താ പറയാ? കുഞ്ഞാ, എങ്ങനെയാ ഞാൻ എന്നോട് പറയും? മോളെ, അമ്മ വേറൊരാളെ കൂടെ പോയി എന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? എങ്ങനെ ഞാൻ ഈ പുറത്തിറങ്ങി നടക്കുക? ഇത്രയും കാലം ഓൾക്കൊക്കെ വണ്ടി ജീവിച്ചിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തില്ലേ? എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിക്കണോ? മോളെ, അയ്യോ, ഇത്രയൊക്കെ പഠിപ്പും വിവരമുണ്ടായിട്ട് പോലും എന്താ ഇവൾക്ക് പറ്റിയത്?